ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഇഗ്നോയുടെ പ്രോജക്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ സിനോപ്സിസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിൻ്റെ ഫൈനൽ പ്രോജക്റ്റിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ സിനോപ്സിസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എപ്പോൾ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. ഞാൻ സിനോപ്സിസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, താഴെ ഞാൻ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും കയറി കാണുക. അപ്പം അതേപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഫൈനൽ പ്രോജക്റ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലെങ്ത് കൂടും. അതുകൊണ്ട് ഒരു വീഡിയോയിൽ പറ്റില്ല, ഞാൻ പാർട്ടായിട്ട് ഇടുന്നതാണ്. അപ്പോൾ എല്ലാവരും കയറി കാണുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. അത് അടുത്ത വീഡിയോ ഇടുമ്പം ഞാനത് ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പം നമുക്ക് അതായത് ഫൈനൽ പ്രോജക്റ്റിൻ്റെ ഫ്രണ്ട് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇഗ്നോയുടെ അത് വേണം, ലോഗോ കൊടുക്കണം. ലോഗോ കൊടുത്തതിന് ശേഷം നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നും പറഞ്ഞ് കൊടുക്കും. നമ്മുടെ ഫൈനൽ പ്രോജക്റ്റിനാണ് നമ്മൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നും പറഞ്ഞുള്ള ഹെഡിങ് കൊടുക്കുന്നത്. പിന്നീട് നമ്മുടെ ടോപ്പിക്കിൻ്റെ ഹെഡിങ് ആണ് രണ്ടാമതായിട്ട് കൊടുക്കുന്നത്. പിന്നെ അണ്ടർ ദ ഗൈഡൻസ് ഓഫ്, നമ്മൾ ആരുടെ അണ്ടറിലാണോ ഗൈഡൻസ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ പേരാണ് ഈ യെല്ലോ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നിടത്ത് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇതേപോലെ കൊടുത്തിരിക്കുന്ന പോലെ പ്രോജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റഡ് ടു ഇഗ്നോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക. പിന്നെ മാസ്റ്റർ ഓഫ് MBA ഇത് കൊടുക്കുക, അതല്ല ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, ഏതാണോ നമ്മുടെ കോഴ്സ് അതേപോലെ കൊടുക്കുക. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ഡീറ്റെയിൽ, നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് താഴെ കൊടുക്കേണ്ടത്. ആദ്യത്തെ നമ്മളുടെ നെയിം കൊടുക്കുക, സ്റ്റുഡൻറ്റ് നെയിം കൊടുക്കുക. പിന്നെ എൻറോൾമെൻറ്റ് നമ്പർ, നമ്മളുടെ ID കാർഡിലുള്ള നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. പിന്നെ സ്റ്റഡി സെൻറ്റർ കോഡ്, നമ്മൾ എവിടെയാണോ എക്സാം എഴുതുന്നത് ആ ഒരു സെൻറ്ററിന് കോഡ് കാണില്ലേ, ഒരു 4 ഡിജിറ്റുള്ളൊരു കോഡ് കാണും. ആ ഒരു കോഡാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ സ്റ്റഡി സെൻറ്റർ, നമ്മൾ എവിടെയാണോ എക്സാം എഴുതുന്നത് ആ ഒരു സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിമാണ് അടുത്തതായിട്ട് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റീജിയണൽ സെൻറ്റർ, നമ്മളുടെ ഏതാണോ നമ്മളുടെ റീജിയണൽ സെൻറ്റർ, അത് നമ്മുടെ ID കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ആ ഒരു അത് ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, അങ്ങനെയുള്ള ഒരു സംഭവമില്ലേ, അത് കൊടുക്കുക. പിന്നെ കോഴ്സ് കോഡ്, നമ്മളുടെ കോഡ് ഏതാണോ, അതായത് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിനൊരു കോഡ് കാണില്ലയോ, ആ ഒരു കോഡ് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ഫ്രണ്ട് പേജിൽ കൊടുക്കേണ്ടത്. ഈ ഒരു ഫ്രണ്ട് പേജാണ് നമ്മൾ ഹാർഡ് കോപ്പിയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഹാർഡ് കോപ്പി ചെയ്യുമ്പോഴും ഈ ഫ്രണ്ട് പേജ് തന്നെ നമുക്ക് ആ ഹാർഡ് കോപ്പിയിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ഒന്നെങ്കിൽ വൈറ്റ്, നമുക്ക് കൂടുതൽ അവർ പ്രിഫർ ചെയ്യുന്ന ലൈറ്റ് കളേഴ്സാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം അതിലോട്ട് വൈറ്റോ അല്ലെങ്കിൽ ലൈറ്റ് ബ്ലൂവോ ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് അതേപോലെ കൊടുക്കാം. അടുത്ത രണ്ടാമത്തെ പേജ് എന്ന് പറയുന്നത് നമ്മളുടെ സിനോപ്സിസ് നമ്മൾ അപ്രൂവ് ആയിട്ട് അവർ നമുക്കൊരു ഷീറ്റ് തരുമല്ലോ. നമ്മൾ സിനോപ്സിസിനകത്ത് അപ്രൂവൽ ആയിട്ടുള്ളൊരു ഇത് വെക്കും. ഈ ഒരു പേജ് വെക്കുമ്പം അത് അപ്രൂവലായിട്ട് ഇവിടെ സൈനും സംഭവങ്ങളൊക്കെ കാണും. അപ്പോൾ ഞാനിത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അപ്രൂവലിൻ്റെ അവിടെ ഒരു ടിക്ക് എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലപ്പോൾ അഡീഷണൽ ഒരു പേപ്പറും കാണും. ആ ഒരു പേപ്പറാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് പേജിൽ വെക്കേണ്ടത്. അപ്പം നമ്മൾ ഈ ഒരു പേപ്പർ മസ്റ്റായിട്ട് നമ്മൾ സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെച്ചിരിക്കണം. അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി കാണണം. അപ്പം ആ ഒരു തിരിച്ച് വരില്ലോ, സിനോപ്സിസ് തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ ഒരു ഫയലിൽ നിന്ന്, അതായത് ആദ്യം നമ്മൾ സ്പൈറലായിട്ടാണ് കൊടുത്തേക്കുന്നത്, ആ ഒരു സ്പൈറൽ അതിൽ നിന്ന് ആ ഒരു പേജ് നമ്മൾ എടുത്തിട്ട് ആ സെയിം പേജ് തന്നെയാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പം അതാണ് നമ്മളുടെ സെക്കൻഡ് പേജായിട്ട് വെക്കുന്നത്. പിന്നെ അടുത്ത തേർഡായിട്ട് പറയുന്നത് സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാലിറ്റി. അത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ ഈ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ ഫോളോ ചെയ്താലും മതി. ഈ ഒരു ഹെഡ് ടൈറ്റിലും പിന്നെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ മാത്രം മാറ്റിയാൽ മതി. അതിനുശേഷം നമ്മളുടെ ഗൈഡിൻ്റെ സിഗ്നേച്ചറും ഡേറ്റും പ്ലേസും നമ്മളിവിടെ കൊടുക്കണം. അതേപോലെ സ്റ്റുഡൻറ്റിൻ്റെ ഡേറ്റും പ്ലേസും നമ്മളിവിടെ സിഗ്നേച്ചറൊന്നും ഇടാൻ മറക്കരുത്. അത് മസ്റ്റായിട്ടും നമ്മൾ 2-3 വട്ടം ചെയ്ത് നോക്കണം. നമ്മൾ കംപ്ലീറ്റ് ചെയ്താലും ചെയ്ത് നോക്കണം. പിന്നീട് നമ്മളുടെ സിനോപ്സിസിൽ നമ്മളുടെ ഗൈഡിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചില്ലയോ, ആ സംഭവമാണ് നമ്മൾ അടുത്തതായിട്ട് വെക്കേണ്ടത്. ആ ഒരു സംഭവം നമ്മൾ കോപ്പി എടുത്ത് അതിനകത്ത് വെക്കണം. നമ്മുടെ ഗൈഡിൻ്റെ എക്സ്പീരിയൻസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുക്കണം.
അതിനുശേഷം നമ്മൾ അക്നോളജ്മെൻറ്റ് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മളുടെ ഗൈഡിൻ്റെ നെയിമും നമ്മുടെ സബ്ജക്റ്റും ഒക്കെ വെച്ച് പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ സിഗ്നേച്ചറാണ് ഇവിടെ അക്നോളജ്മെൻറ്റിൽ കൊടുക്കേണ്ടത്. പിന്നീട് ഡിക്ലറേഷനും അവിടെ നമ്മളുടെ പേര് കൊടുക്കുക. ഇവിടെ എക്സ് ഇട്ടിരിക്കുന്നിടത്ത് നമ്മളുടെ പേരാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ടൈറ്റിൽ കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇവിടെ നമ്മളുടെ പേരാണ് കൊടുക്കേണ്ടത്. ആരാണോ സ്റ്റുഡൻറ്റ്, ആരാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ പേരാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതേപോലെ നമ്മുടെ പ്ലേസ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക. ഇത്രയാണ് നമ്മൾ ഒരു ഫ്രണ്ടിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നീടാണ് നമ്മൾ സിനോപ്സിസ് വെച്ചില്ലയോ, സിനോപ്സിസിൻ്റെ ആ ഒരു ഫ്രണ്ട് ഷീറ്റ് അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒന്നും കൂടെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. നമ്മൾ സിനോപ്സിസിന് എന്തൊക്കെയാണോ അവർക്ക് അയച്ചു കൊടുത്തത് അതെല്ലാം നമ്മൾ ആ ഒരു അപ്രൂവലിൻ്റെ ഷീറ്റ് മാത്രമേ ആ ഒരു പഴയ സിനോപ്സിസിൽ നിന്ന് നമ്മൾ എടുത്ത് ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഒന്നേന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫസ്റ്റ് ഷീറ്റ്, കാരണം ഫസ്റ്റ് ഷീറ്റ് നമ്മൾ അതിനകത്താവുമ്പോൾ നമ്മളുടെ അവിടെ റീച്ച് ചെയ്യുമ്പോൾ ഒരു സീലൊക്കെ കാണില്ലയോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒന്നേന്ന് പ്രിൻ്റ് എടുക്കുക. എന്തായാലും നമുക്ക് ചിലവാണ്, അപ്പോൾ പിന്നെ ഇതും കൂടെ ആവട്ടെ അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് പേജ്, അപ്പോൾ എപ്പോഴും സിനോപ്സിസിൻ്റെ അകത്ത് പ്രോജക്റ്റ് സിനോപ്സിസ് എന്നാണ് വരുന്നത്. നമ്മുടെ കംപ്ലീറ്റ് പ്രോജക്റ്റ് ആകുമ്പോൾ പ്രോജക്റ്റ് റിപ്പോർട്ട് എന്നാണ് വരുന്നത്. ആ ഒരു പേജ് അതിനകത്ത് നമ്മുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ കൊടുക്കില്ല. ആകെ നമ്മളുടെ പേര്, സബ്മിറ്റഡ് ബൈ, ആരാണോ സബ്മിറ്റ് ചെയ്യുന്ന ആ ആളുടെ പേര്, എൻറോൾമെൻറ്റ് നമ്പർ, അതേപോലെ ഗൈഡിൻ്റെ നെയിം, പിന്നെ ബാക്കി ഈ പറയുന്ന എംബ്ലോം കാര്യങ്ങളും മാത്രമാണ് നമ്മൾ സിനോപ്സിസിൻ്റെ ഫ്രണ്ട് പേജായിട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മൾ ആ ഒരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള ഇൻഡെക്സ്, ഇൻട്രൊഡക്ഷൻ കാണും, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കാണും, റാഷണാലിറ്റി ഓഫ് സ്റ്റഡി ഉണ്ട്, ഒബ്ജക്റ്റീവ്സ് ഓഫ് സ്റ്റഡി ഉണ്ട്, സ്കോപ്പ് ഓഫ് ദ സ്റ്റഡി ഉണ്ട്, റിസർച്ച് മെത്തഡോളജി, ലിമിറ്റേഷൻ ഓഫ് സ്റ്റഡി, ബിബ്ലിയോഗ്രഫി, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ബയോഡാറ്റ വേറെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഈ സിനോപ്സിസിൻ്റെ ഇൻഡെക്സിൽ നമ്മൾ കൊടുക്കുന്നത്. ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കാണുകയുള്ളൂ. അതിനുശേഷം നമ്മളുടെ ആ ഒരു സിനോപ്സിസിൽ നമ്മൾ കൊടുത്ത ബാക്കിയുള്ള സംഭവങ്ങളില്ലേ, ഇൻട്രൊഡക്ഷൻ, ഡീറ്റെയിൽ ആയിട്ടുള്ള അതെല്ലാം നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതുവരെയാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി അതുവരെ കഴിയുമ്പോൾ പിന്നീടാണ് നമ്മൾ കംപ്ലീറ്റ് പ്രോജക്റ്റിലോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ സിനോപ്സിസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ മെയിനായിട്ട് കുറച്ച് പേജ് മതി. ഒരു സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യുമ്പം ഏതാണ്ട് ഒരു മാക്സിമം ഒരു 11-12 പേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മുടെ ഈ ഒരു ഇൻട്രൊഡക്ഷൻ തൊട്ട് നമ്മുടെ ഒരു ഈ പറയുന്ന ബിബ്ലിയോഗ്രഫി വരെ ഒരു 6-7 പേജ് ആണെങ്കിലും കുഴപ്പമില്ല. ബ്രീഫായിട്ട് നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രോജക്റ്റിൽ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ടൊന്ന് പറയുക. അത്ര മാത്രമാണ് നമ്മുടെ സിനോപ്സിസിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഗൈഡിനെ ചൂസ് ചെയ്യുമ്പം ഒന്നുകിൽ നമ്മുടെ ഇഗ്നോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഗൈഡ് തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ പഠിപ്പിച്ച ടീച്ചർമാർ കാണില്ലേ, ഡിഗ്രിക്കോ പി ജിക്കോ, പക്ഷേ ഡോക്ടറേറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ഏത് സബ്ജക്റ്റിനെ ബേസ് ചെയ്താണോ പ്രോജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു ബാക്ക്ഗ്രൗണ്ടും അവർക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു കുറച്ച് കാറ്റഗറി മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് നമ്മൾ ഗൈഡിനെ കണ്ടുപിടിച്ച് അവരുമായിട്ട് നമ്മളുടെ ടോപ്പിക്ക് ഷെയർ ചെയ്തു നമുക്ക് സിനോപ്സിസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. പിന്നീട് സിനോപ്സിസ് വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വെക്കേണ്ടുന്നത് ഈ ഒരു ഇപ്പോൾ കാണിച്ച ഇൻഡെക്സ് തൊട്ട് ഈ ഒരു സംഭവങ്ങൾ ഇത്രയും വെക്കണം. പിന്നീട് ഈ ഒരു ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ഗൈഡിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സംഭവങ്ങൾ വെക്കണം. ആദ്യമേ വെക്കേണ്ടത് നമ്മുടെ സിനോപ്സിസിൻ്റെ ഈ ഫ്രണ്ട് പേജ്. രണ്ടാമത് വെക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് വെച്ച ആ അപ്രൂവലിൻ്റെ പേജ് ഉണ്ടല്ലോ, അതാണ് വെക്കേണ്ടത്. ഈ അപ്രൂവലിൻ്റെ പേജ് നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ എല്ലാം പക്കയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കും. ഡീറ്റെയിൽ മീൻസ് അവർ ചോദിച്ചിരിക്കുന്ന ഏത് ഇൻഫോർമേഷനാണോ അത് കൊടുത്തേക്കണം. ഒന്നുപോലും മിസ്സാവരുത്. മിസ്സായിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു പേജാണ് അവർ മെയിനായിട്ട് നോക്കുന്നത്. ആദ്യമേ നമ്മൾ നമ്മളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. പിന്നീട് നമ്മുടെ സ്റ്റഡി സെൻറ്റർ, ഈ യെല്ലോ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കേണ്ട ഏരിയാസാണ്. അപ്പോൾ എൻറോൾമെൻറ്റ് നമ്പർ, സ്റ്റഡി സെൻറ്റർ, പിന്നെ റീജിയണൽ സെൻറ്റർ അതെല്ലാം കൊടുക്കണം. ആ ഒരു കോഡും സംഭവങ്ങളും എല്ലാം കൊടുക്കണം. പിന്നെ സബ്ജക്റ്റ് ഏരിയ, നമ്മളുടെ HR ആണെങ്കിൽ HR, മാർക്കറ്റിംഗ് ആണെങ്കിൽ മാർക്കറ്റിംഗ്, ഏതിൻ്റെ
അതാണ് നമ്മൾ സ്പെഷ്യലൈസേഷനാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ബേസിലാണ് നമ്മൾ സബ്ജക്റ്റ് ഏരിയ കൊടുക്കേണ്ടത്. ഇത് നമ്മളല്ല കൊടുക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അപ്രൂവ് ആയതിനു ശേഷം അവരാണ് ഈ ഒരു പ്രോജക്റ്റ് പ്രപ്പോസൽ നമ്പർ അവരാണ് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ യെല്ലോ ഹൈലൈറ്റ് ചെയ്യാത്തത്. പിന്നീട് നമ്മുടെ നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റിൻ്റെ നെയിമും അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും കൊടുക്കണം. പിന്നീട് നമ്മുടെ ടോപ്പിക്കിൻ്റെ പ്രോജക്റ്റ് ടോപ്പിക് ഏതാണെന്നുള്ളത് നമ്മൾ താഴെ കൊടുക്കണം. പിന്നെ നമ്മുടെ ഗൈഡിൻ്റെ അഡ്രസ്സും നെയിം ആൻഡ് അഡ്രസ്സ് ഓഫ് ദ സൂപ്പർവൈസറിൻ്റെ നെയിമും അഡ്രസ്സും കൊടുക്കണം. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈസ് ദ സൂപ്പർവൈസർ ആൻഡ് അക്കാഡമിക് കൗൺസിൽ ഓഫ് എ മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഓഫ് ഇഗ്നോയിൽ ഇപ്പം നമ്മുടെ ഇഗ്നോയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ വല്ലതും ആണോ അല്ലേ എന്നുള്ളതാണ് നമ്മുടെ ഗൈഡ്. അപ്പോൾ അവർ ഇഗ്നോക്കാർ തരുന്ന ഗൈഡാണെങ്കിൽ എപ്പോഴും അവർ അക്കാഡമിക് കൗൺസിലർ ആയിരിക്കും. ആണെങ്കിൽ നമ്മൾ എസ് ആണ് അവിടെ മാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഏത് സ്റ്റഡി സെൻറ്ററിലാണോ പഠിപ്പിക്കുന്നത് ആ ഒരു സ്റ്റഡി സെൻറ്ററിൻ്റെ നെയിമും ഇവിടെ കൊടുക്കണം. ഇപ്പോൾ സപ്പോസ് അതല്ല, അവർ ഈ ഒരു അക്കാഡമിക് കൗൺസിലർ അല്ല, ഇഗ്നോയിൽ പഠിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോ ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ആ ഒരു സംഭവം വേണ്ടി വരില്ലല്ലോ. പിന്നെ കൊടുക്കേണ്ടത് അവർ ഏത് സബ്ജക്റ്റാണോ അവിടെ പഠിപ്പിക്കുന്നത്, ഈ ഒരു അക്കാഡമിക് കൗൺസിലറായിട്ട് ഇഗ്നോയിൽ ഏത് സബ്ജക്റ്റാണോ പഠിപ്പിക്കുന്നത് ആ ഒരു കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. പിന്നെ നെയിം ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ബീയിങ് ഗൈഡഡ്. അപ്പോൾ ആ ഒരു ഗൈഡിൻ്റെ അണ്ടറിൽ മാക്സിമം 5 പേരെ ആവാവുള്ളൂ. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ഗൈഡ് എത്ര പേര് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെന്നുള്ള നമ്പറാണ് കൊടുത്തേക്കുന്നത്. 5, 2, 1 നമുക്കിഷ്ടമുള്ള മാക്സിമം 5 പേരെ അത് ഗൈഡിനോട് ചോദിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ സിഗ്നേച്ചർ മസ്റ്റായിട്ട് ഇട്ടിരിക്കണം. സിഗ്നേച്ചർ ഇടാൻ മറന്നുപോയാൽ അവർ അതായിട്ട് തിരിച്ചു വരും. അവരൊരു കൂട്ടത്തിൽ നമ്മളുടെ എന്തൊക്കെയാണോ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ അവർ തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ സിഗ്നേച്ചർ കൊടുക്കാൻ മറക്കല്ല. പിന്നീട് സൂപ്പർവൈസറിൻ്റെ സിഗ്നേച്ചറും സീലും ഇവിടെ കൊടുക്കണം. പിന്നെ എന്നാണോ നമ്മൾ നമ്മുടെ സൂപ്പർവൈസറിൻ്റെ കയ്യിൽ നിന്ന് സിഗ്നേച്ചർ വാങ്ങുന്ന ആ ഒരു ദിവസത്തെ ഡേറ്റ് ഇവിടെയും നമ്മൾ എന്നാണോ പോസ്റ്റ് അയക്കുന്നത് ഒന്നുകിൽ പോസ്റ്റ് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന റീജിയണൽ സെൻറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് കൊണ്ടുപോയി കൊടുക്കാം. നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ കൊടുക്കണം. പിന്നെ ഈ ഒരു താഴോട്ടുള്ള സംഭവങ്ങളൊന്നും നമ്മളല്ല ചെയ്യേണ്ടത്. അപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ അവരാണ് ഈ അപ്രൂവിൻ്റെ അവിടെ ടിക്കും ചെയ്യും. പിന്നെ ഇവിടെ സീലും കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇപ്പം അപ്രൂവൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊരു പേപ്പറും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അതിലെന്തുകൊണ്ടാണ് അപ്രൂവ് ആവാത്തത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണെന്നുള്ളത് അവരതിനകത്ത് പറഞ്ഞേക്കും. അതനുസരിച്ച് അപ്പോൾ പിന്നെ നമുക്ക് ഈ ചിലപ്പം ഏത് പേജാണോ മാറ്റേണ്ടത് അത് മാത്രം മാറ്റിയാൽ മതി. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റേണ്ടി വരത്തില്ല. അത് നമ്മുടെ ഈ മിസ്റ്റേക്സ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ഫൈനൽ പ്രോജക്റ്റിലോട്ട് കയറിയിട്ടില്ല. നമ്മൾ ആദ്യമേ വെച്ചിട്ടുള്ള കുറച്ച് ഫ്രണ്ട് പേജ്, പിന്നെ നമ്മുടെ അപ്രൂവലിൻ്റെ ലെറ്റർ, പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഒറിജിനാലിറ്റി, പിന്നെ നമ്മുടെ ഗൈഡിൻ്റെ ഈ പറയുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളും, പിന്നെ അക്നോളജ്മെൻറ്റ്, ഡിക്ലറേഷൻ, പിന്നെ നമ്മുടെ സിനോപ്സിസിൻ്റെ കംപ്ലീറ്റ് സിനോപ്സിസിന് വെച്ച സംഭവങ്ങൾ ഇത്രയും വെച്ചാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ഞാൻ അടുത്ത പാർട്ടായിട്ട് പറയാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയുക. അപ്പോൾ അതനുസരിച്ച് അതും കൂടെ ക്ലാരിഫൈ ചെയ്തുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു.